അതേസമയം തന്നെ ദില്ലിയിൽ പുകമഞ്ഞിൽ വലഞ്ഞു നിൽക്കുകയാണ് രാജ്യതലസ്ഥാനം. കനത്ത മൂടൽമഞ്ഞ്, ഒപ്പം തന്നെ കൊടും തണുപ്പ്, അന്തരീക്ഷ മലിനീകരണം, ട്രെയിൻ വ്യോമ ഗതാഗതങ്ങളൊക്കെ താറുമാറായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും റദ്ദാക്കാൻ സാധ്യത വിമാനങ്ങൾ, ട്രെയിൻ സർവീസുകൾ വൈകാൻ സാധ്യത. അപ്പോൾ യാത്ര പ്ലാൻ ചെയ്യുന്നവർ അതൊക്കെ മുന്നിൽ കണ്ടുവേണം ഉത്തരേന്ത്യയിലേക്കുള്ള യാത്രകളൊക്കെ ആലോചിക്കാനെന്ന് വേണം എന്ന് പറയുന്നു. വിവരങ്ങളുമായി റഷീദ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരിക്കൽ കൂടി റഷീദ, ഈ തണുപ്പത്ത് നിർത്തി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ വാർത്ത എടുക്കാതെ പോകാൻ കഴിയില്ലല്ലോ. തൽക്കാലം റഷീദ് എന്നോട് ക്ഷമിക്കുക, തണുപ്പിനെ കുറിച്ച് തന്നെ പറഞ്ഞോളൂ. തണുപ്പ് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ശക്തമാവുകയാണോ? ഒപ്പം തന്നെ ട്രെയിൻ വിമാന ഗതാഗതങ്ങളൊക്കെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണോ? സർവീസുകൾ റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം കനക്കുകയാണ്. ഈ ശൈത്യത്തോടൊപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യം കനക്കുകയാണ്. ഈ ശൈത്യത്തോടൊപ്പം തന്നെ ഈ മൂടൽമഞ്ഞും പുകമഞ്ഞും ഒക്കെ തന്നെയും ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതാണിപ്പോൾ ഏറെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഈ മൂടൽമഞ്ഞ് വ്യോമ, ട്രെയിൻ, റോഡ് ഗതാഗതത്തെയൊക്കെ തന്നെയും സാരമായി ബാധിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 157 വിമാനങ്ങളാണ് ഈ പുകമഞ്ഞിനെ തുടർന്ന് റദ്ദാക്കിയിട്ടുള്ളത്. 500-ലേറെ വിമാന സർവീസുകൾ വൈകി ഓടുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലെ കാഴ്ച പരിധി എന്ന് പറയുന്നത് അത് 0-മാണ്. തൊട്ടടുത്ത് എന്താണ് നിൽക്കുന്നത് എന്നത് പോലും കാണാൻ സാധിക്കാത്ത വിധത്തിലാണ് നിലവിലെ രാജ്യ തലസ്ഥാനത്തെയും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെയും ഒരു പുകമഞ്ഞ് എന്ന് പറയുന്നത്. എന്തായാലും ദീർഘദൂര ട്രെയിനുകളൊക്കെ തന്നെയും വൈകിയാണ് സർവീസ് നടത്തുന്നത്. മിക്ക നഗരപ്രദേശങ്ങളിലും വലിയ ഗതാഗത കുരുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഈ മൂടൽ മഞ്ഞ് കൂടി കടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ഏറെ പ്രധാനപ്പെട്ട വിവരമെന്ന് പറയുന്നത് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ജമ്മു കാശ്മീരിലേക്കുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. ശ്രീനഗർ, ലഡാക്ക് തുടങ്ങിയിട്ടുള്ള വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചണ്ഡീഗഡിലേക്കുള്ള 2 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധി വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്കാണ് വ്യോമഗതാഗതം കടന്നിരിക്കുന്നത്. ഇനിയും വരുന്ന മണിക്കൂറുകളിൽ വിമാന സർവീസുകൾ വൈകിയോടുകയും റദ്ദാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കൂടി വിമാന കമ്പനികളും വിമാനത്താവള അധികൃതരും നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റുകളിൽ കയറി വിമാനത്തിൻ്റെ സ്റ്റാറ്റസ് പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് എത്താകൂ എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ശൈത്യം കനത്തതോടു കൂടി വലിയ മൂടൽ മഞ്ഞ് കൂടി എത്തിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആയിരിക്കുന്നത്. വായുമലിനീകരണം തടയാൻ കേന്ദ്ര സർക്കാരും BJP സർക്കാരും സമ്പൂർണ്ണ പരാജയമാകുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചകൾ കൂടിയാണിത്. പ്രത്യേകിച്ചും ദില്ലിയിലെ വായുമലിനീകരണം എന്ന് പറയുന്നത് നിലവിൽ ഏറ്റവും ചുരുങ്ങിയത് 420 ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ITO മേഖലയിൽ ഇന്നത്തേത് 420. മറ്റു മേഖലകളിലൊക്കെ തന്നെയും 400-ന് മുകളിലാണ് വായു ഗുണനിലവാര തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശൈത്യവും വായുമലിനീകരണവും കൂടി ഉയർന്നു വരുന്നതാണ് ഇപ്പോൾ ദില്ലിയിലെ ജനങ്ങളുടെ ജനജീവിതം പോലും വലിയ പ്രതിസന്ധിയിലാകാൻ കാരണമായിട്ടുള്ളത്. മനു.